മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രീതി, സമീപനം, അവരുടെ പ്രവർത്തന തന്ത്രം വ്യത്യസ്തമാണ്. മുസ്ലിം ഭൂരിപക്ഷ ദേശങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ തനിനിറം കാണിക്കാം. അതിന്റെ ഏറ്റവും ഹിംസാത്മകമായ, ആക്രമണോത്സുകമായ, രണോത്സുകമായ രൂപം വേണ്ട സമയത്ത് അത് പ്രദർശിപ്പിക്കും. മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഇന്ത്യയിലാവട്ടെ, ഇനി മറ്റ് അങ്ങനത്തെ പ്രദേശങ്ങളിലാവട്ടെ, പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ മതനിരപേക്ഷ മനോഭാവവാദികളും ജനാധിപത്യവാദികളും പരിസ്ഥിതി പ്രേമികളും മനുഷ്യാവകാശവാദികളും ഒക്കെയായി നമ്മുടെ മുമ്പിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു ഏകശിലാത്മകമായിട്ടുള്ള എൻറ്റിറ്റി അല്ല. അതിന് ഇപ്പൊ താലിബാൻ ഒരു തരം പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. ബൊക്കോ ഹറാം എന്ന് പറഞ്ഞിട്ട് നൈജീരിയയിലൊന്നുണ്ട്. അൽ ഖൈദ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വേറൊരു വേർഷനാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആശയപരമായിട്ടുള്ള ആരൂഢം എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. പൊളിറ്റിക്കൽ ഇസ്ലാമിന് പലതരത്തിലുള്ള രൂപങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ പാകിസ്ഥാനിലെ ഭീകരവാദ പ്രസ്ഥാനങ്ങൾ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൽ മുജാഹിദീൻ, അതൊക്കെ ലോകത്ത് എവിടെ നോക്കിയാലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വ്യത്യസ്ത വിഭിന്ന രൂപങ്ങൾ കാണാൻ പറ്റും. പക്ഷെ അവരുടെ ഒക്കെ ഐഡിയോളജി എന്ന് പറയുന്നത് ജിഹാദിസം ആണ്. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള രാജ്യങ്ങൾ, സംഘടനകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഏറ്റവും സുഭദ്രമായ ആശയ അടിത്തറ പ്രദാനം ചെയ്ത സംഘടനയാണ്. പക്ഷെ പൊളിറ്റിക്കൽ ഇസ്ലാം പ്രവർത്തിക്കുന്ന രീതി മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രീതി, സമീപനം, അവരുടെ പ്രവർത്തന തന്ത്രം വ്യത്യസ്തമാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സിറിയയിലും ഈജിപ്തിലും ടുണീഷ്യയിലും അങ്ങനത്തെ മുസ്ലിം ഭൂരിപക്ഷ ദേശങ്ങളിൽ പൊളിറ്റിക്കൽ ഇസ്ലാം അതിന്റെ തനിനിറം കാണിക്കാം. എന്നുവെച്ചാൽ അതിന്റെ ഏറ്റവും ഹിംസാത്മകമായ, ആക്രമണോത്സുകമായ, രണോത്സുകമായ രൂപം വേണ്ട സമയത്ത് അത് പ്രദർശിപ്പിക്കും. അതേസമയം മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായ ഇന്ത്യയിലാവട്ടെ, ഇനി മറ്റ് അങ്ങനത്തെ പ്രദേശങ്ങളിലാവട്ടെ, പൊളിറ്റിക്കൽ ഇസ്ലാം വലിയ മതനിരപേക്ഷ മനോഭാവവാദികളും ജനാധിപത്യവാദികളും പരിസ്ഥിതി പ്രേമികളും മനുഷ്യാവകാശവാദികളും ഒക്കെയായി നമ്മുടെ മുമ്പിൽ സുസ്മേര വദനരായി